ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം. താ റുഹാദ കുദിശ കം ഹോളി സ്പിരിറ്റ്, വരിക പരിശുദ്ധാത്മാവേ. 8ാം നാളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ധ്യാനത്തിൻ്റെ യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കിയത്, ചിന്തിച്ചത്. നമ്മുടെ നിരാശയിലേക്ക്, നമ്മുടെ ശൂന്യതയിലേക്ക്, നമ്മുടെ ഡ്രൈനെസ്സിലേക്ക്, ഭയങ്ങളിലേക്ക്, പ്രാർത്ഥനയിലെ ബുദ്ധിമുട്ടിലേക്ക്, നമ്മുടെ തന്നെ കുടുംബത്തിലേക്ക്. ഇന്നലെ നമ്മൾ കുടുംബങ്ങളെയാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഷെല്ലിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെയൊക്കെ ആശങ്കയാണ്, ഒട്ടനവധി പേരുടെ ചിന്തയാണ്, എനിക്കങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു കഴിവും എനിക്കില്ല. I cannot bring a difference. എനിക്കൊരു മാറ്റവും എങ്ങും കൊണ്ടുവരാൻ പറ്റില്ല. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. I am not called for that. അപ്പോൾ പുറത്തേക്കിറങ്ങാൻ മടിയുള്ള, ഞാൻ കേവല സാധാരണ മനുഷ്യനാണ് എന്ന ഒഴികഴിവിൽ ജീവിതത്തെ ഒതുക്കി നിർത്തുന്ന ഒത്തിരി പേരിൽ ഒരാളായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നീയും. അപ്പോൾ എന്താ ഓർക്കേണ്ടത്? ഈവൻ ദ ഡിസൈപ്പിൾസ് വെയർ ഓർഡിനറി പീപ്പിൾ. ശിഷ്യന്മാര് സാധാരണ മനുഷ്യരായിരുന്നു. മുക്കുവരായിരുന്നു, ചുങ്കക്കാരായിരുന്നു, സാധാരണ സ്ത്രീകൾ ഈശോയെ അനുഗമിച്ചിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ they were transformed. അവർ രൂപാന്തരപ്പെട്ടു, അവർക്ക് മാറ്റം വന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതാണ്, ഗോയിങ് ഔട്ട്വേർഡ്. പെന്തക്കോസ്റ്റ് is all about moving outward. പെന്തക്കോസ്ത നമ്മെ പുറത്തേക്കിറങ്ങാൻ നിർബന്ധിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ശക്തി ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലോകം മുഴുവൻ എൻ്റെ സാക്ഷികളായിരിക്കും. യു വിൽ ബി മൈ വിറ്റ്നസ് ടിൽ ദ എൻഡ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അതല്ലേ പെന്തക്കോസ്തായിൽ നടന്നത്. പെന്തക്കോസ്ത വരെ അവർ അകത്ത്. നമ്മളങ്ങനല്ലേ കാണുന്നത്. മുറിക്കുള്ളിൽ കടച്ചിരുന്നു. അതിൻ്റെ ഭയത്തിൻ്റെ മാനത്തെ, നിരാശയുടെ മാനത്തെ ഒക്കെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇങ്ങനെ കൂടെ ചിന്തിച്ച്, പെന്തക്കോസ്ത വരെ അവരകത്ത്, പെന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക്. പെന്തക്കോസ്റ്റ് ഈസ് കോളിങ് us to go outward, to move outward. പുറത്തേക്കിറങ്ങാൻ പെന്തക്കോസ്ത നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. പുറത്തേക്കിറങ്ങാൻ പെന്തക്കോസ്ത നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. Not everyone is called to stand on the stage. പലരുടെയും സങ്കടം അതാണ്. എന്നെക്കൊണ്ട് പ്രസംഗിക്കാനൊന്നും പറ്റില്ലച്ചു, എന്നെക്കൊണ്ട് ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന പോലെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും ടോക്ക് കൊടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ലച്ചു. ആര് പറഞ്ഞു അത് ചെയ്യണമെന്ന്? ഇത്രയും ഓർത്താൽ മതി. ഈ സെൻറ്റൻസ് ഗൗരവത്തോടെ എടുത്തോണേ. നോട്ട് എവറി വൺ ഈസ് കോൾഡ് ടു സ്റ്റാൻഡ് ഓൺ ദ സ്റ്റേജ്, but everyone is called to carry Christ to somewhere. എല്ലാവരും വേദിയിൽ നിൽക്കാൻ ക്ഷണിക്കപ്പെട്ടവരാകണമെന്നില്ല. പക്ഷേ എല്ലാവരും മിശിഹായെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ ക്ഷണിക്കപ്പെട്ടവരാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മളിലൂടെ അലിവിൻ്റെ ഒരു നോട്ടം, കരുണയുടെ ഒരു വാക്ക്, പ്രത്യാശയുടെ ഒരു പുഞ്ചിരി, ആശ്വാസത്തിൻ്റെ ഒരു തലോടൽ മതി. നീ പെന്തക്കോസ്തായെ, നിനക്ക് ലഭിച്ച ദൈവാനുഭവത്തെ, റൂഹാനുഭവത്തെ പുറത്തേക്ക്
കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സഭയുടെ മിഷൻ. അതാണ് സഭയുടെ മിഷൻ. മിഷൻ പ്രവർത്തനം എന്നൊക്കെ പറയില്ലേ നമ്മൾ? മിഷൻ ഷുഡ് നോട്ട് ബി ഡൺ ഔട്ട് ഓഫ് പ്രഷർ. ഇന്നങ്ങനെയാണ്. നിർബന്ധത്തിൻ്റെ പേരിൽ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒന്നായിട്ട് മിഷൻ പ്രേക്ഷിത ദൗത്യം മാറുന്നു. മിഷൻ ഷുഡ് നോട്ട് ബി ഡൺ ഔട്ട് ഓഫ് പ്രഷർ. മിഷൻ ഇസ് നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഡിവൈൻ എക്സ്പീരിയൻസ്. നിനക്ക് ലഭിച്ച ദൈവാനുഭവത്തിൻ്റെ സ്വാഭാവികമായ പുറത്തേക്കുള്ള ഒഴുകലാണ് മിഷൻ, പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ ദൈവാനുഭവം കിട്ടിയ ഒരാൾക്ക് അതിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നർത്ഥം. അപ്പോൾ ഈ പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുമ്പോൾ ബി റെഡി ടു മൂവ് ഔട്ട്. ഗെറ്റ് റെഡി ടു മൂവ് ഔട്ട്. കർത്താവിനെ എവിടേക്കെങ്കിലുമൊക്കെ എത്തിക്കാൻ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പ്രിപ്പയർ ആയിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക് an act of light. അത്രയേ ഉള്ളൂ. പ്രകാശത്തിൻ്റെ പ്രവൃത്തി, an act of light. ഇന്ന് താറൂഹാദ് കുദിശായുടെ ഈ 8ാം നാളിൽ പങ്കെടുക്കുന്നവർ പ്രകാശത്തിൻ്റെ ഒരു പ്രവൃത്തി ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണം. ഇത്രയും ദിവസം നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ സംസാരിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രകാശമായിക്കേ. ഇതുവരെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശമായി നിന്നു. ഇനി ഈ പ്രകാശത്തെ മറ്റൊരാൾക്ക് എടുത്തു കൊടുത്തേ. an act of light. പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട്. ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രാക്ടിക്കലായ ഒരു പ്രകാശത്തിൻ്റെ പ്രവൃത്തി, an act of light കുറിച്ചിടാമോ? an act of light. അങ്ങനെ തന്നെ ടൈറ്റിലിട്ടോ, മൈ ആക്ട് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവൃത്തി കുറിച്ചിടാമോ? എന്താ കാര്യം എന്നറിയാമോ? ഒത്തിരി പേർക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് ക്ലൂ കിട്ടുന്നില്ല. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെക്കുറിച്ച് അറിവില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ വെളിച്ചം കിട്ടുന്ന, പ്രചോദനം കിട്ടുന്നവർ അത് കുറിച്ചിട്ടാൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ തന്നെ പ്രകാശത്തിൻ്റെ പാഠപുസ്തകമാകും. പ്രകാശത്തിൻ്റെ പാഠപുസ്തകമാകും. ഓർക്കണേ, നോട്ട് എവരി വൺ ഇസ് കോൾഡ് ടു സ്റ്റാൻഡ് ഓൺ ദ സ്റ്റേജ്, ബട്ട് എവരി വൺ ഓഫ് യു ഇസ് കോൾഡ് ടു ക്യാരി ക്രൈസ്റ്റ് ടു സംവെയർ. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മിശിഹായെ പേറി ചുമന്ന് എത്തിക്കാൻ വിളി കിട്ടിയവരാണ് നമ്മളൊക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.